ആഭ്യന്തര വിപണിയുടെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി നമ്മുടെ മാർക്കറ്റ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, അതുപോലെ യു എസ് വിപണിയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടൊരു നോട്ടിലായിരുന്നു യു എസ് വിപണികളിലെ പ്രധാന സൂചികകൾ എല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് സൂചിക വളരെ ഫ്ലാറ്റ് ആയി 38,459.08 എന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്കിലായിരുന്നു 3 സൂചികളിലും ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1.68% നേട്ടത്തോടെ 16,442.2 എന്ന നിലയിലായിരുന്നു നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യു എസ് വിപണികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ആ ഒരു നേരിയ തോതിലുള്ള ഇടിവിൽ നിന്നൊക്കെ തിരികെ കയറുകയാണോ യു എസ് സൂചികകൾ? ഇന്നലെ നമുക്ക് ആക്ച്വലി അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കാര്യം എന്തെന്നാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അല്പം ഒരു ഫ്ലാറ്റ് ടു ഒരു വീക്ക് ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മളിപ്പോൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് ആയിരുന്നു ലഭിച്ചത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും അത് ഒരു തിരിച്ച് ബുള്ളിഷ് ഹാൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നാസ്ഡാക്കിലെ ഈ അടുത്ത വരുന്ന ആഴ്ചയിൽ വി ക്യാൻ എക്സ്പെക്ട് ഫർദർ ഗെയിൻസ് ഇൻ ദ ടെക്നോളജി സ്റ്റോക്സ്. അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തോതിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കീപ്പ് ചെയ്ത് വരികയാണ്. ഇന്നിപ്പോൾ ക്രൂഡിലേക്കും അതിനോടൊപ്പം തന്നെ ബ്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ബ്രെൻഡ് ക്രൂഡ് $90 മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നിലവിൽ 0.69% നേട്ടത്തോടെ $90.35 എന്നൊരു നിലവാരത്തിലാണ് ബ്രെൻഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ WTIയിലേക്ക് നോക്കുകയാണെങ്കിലും 0.82% നേട്ടത്തോടെ 85.72 എന്നൊരു നിലവാരത്തിലുമാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഇന്നലെ നമ്മൾ WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആക്ച്വലി അണ്ടർടോണിൽ ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് WTI ക്രൂഡിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $87 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $3 മുതൽ $5 നേട്ടം ക്രൂഡിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും പുതിയൊരു സർവകാല ഉയരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ട്രോയ് ഓൺസിന് 2405.95 എന്നൊരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഗോൾഡുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു 2 റെസിസ്റ്റൻസ് ലെവലുകൾ മുമ്പ് നമ്മളോടൊപ്പം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണോ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? അറ്റ് ദ മൊമെന്റ് ഗോൾഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ വളരെ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നു. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ബാങ്ക്സും സ്വർണത്തിന്റെ കേസിൽ ഹെവി ബൈയിങ് നടത്തി വരുന്നുണ്ട്. സോ ദാറ്റ് എക്സ്പ്ലെയിൻസ് എന്തുകൊണ്ട് സ്വർണത്തിൽ ഇത്രയും വലിയൊരു കുതിപ്പ് കാണുന്നു എന്ന്. ബട്ട് ഈ ഹൈ ലെവൽസിൽ നമുക്ക് പുതിയ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനൊപ്പം തന്നെ പതിവുപോലെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ബുധനാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,775.7 എന്ന നിലയിലായിരുന്നു 7 എന്നൊരു നിലയിലേക്ക് ഉയരാനും സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു മാർക്കറ്റിൽ താങ്കളുടെ ഫോക്കസ് ഉള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. സോ നിഫ്റ്റി 50യുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇനി വരാൻ പോകുന്നത് 22,840. സോ അത് മിക്കവാറും ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിലുള്ള ട്രേഡിംഗിൽ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിലുള്ള ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി 50 22,500 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
യെസ്. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടൊരു പ്രകടനമായിരുന്നു ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി സൂചികയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 48,986.6 എന്ന നിലയിൽ ക്ലോസ് ചെയ്ത സൂചിക ഇൻട്രാഡേയിൽ 49,057.4 എന്ന നിലയിലേക്ക് വരെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന നിഫ്റ്റി ബാങ്കിന് അതിന്റെ കഴിഞ്ഞ 2-3 മാസം മുൻപ് സൃഷ്ടിച്ച ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 49,300 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അവിടെ നിന്ന് നമുക്ക് വീണ്ടും 700 പോയിന്റിന്റെ നേട്ടം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം, വിച്ച് ബേസിക്കലി മീൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അടുത്ത മേജർ ടാർഗറ്റ് 49,300 കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 50,000 പോയിന്റ്സ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ദിവസത്തെ പ്രകടനം നോക്കുമ്പോൾ FMCG സൂചികയിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ITCയുടെ മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ITCയിൽ ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ ഉൾപ്പെടാനും ബുധനാഴ്ചത്തെ വ്യാപാരത്തിൽ ടോപ്പ് ഗെയിനേഴ്സ് പട്ടികയിൽ ഉൾപ്പെടാനും ITCക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ITC വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.26% നേട്ടത്തോടെ 436 രൂപ എന്ന നിലവാരത്തിലാണ്. എന്നാൽ ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈ 24 രേഖപ്പെടുത്തിയ 499.7 ആണ്. ITCയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ITCയിലോട്ട് വരുന്നതിന് മുൻപ് നിഫ്റ്റി FMCG സ്റ്റോക്ക് ഇൻഡെക്സിന്റെ ഒരു വ്യൂ നൽകാം. സോ FMCG ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡ്വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി FMCG ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 54,950 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നൗ സ്പെസിഫിക്കലി ITCയുടെ കേസ് എടുക്കുമ്പോഴേക്കും ITCയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് കറന്റ് ലെവൽസിൽ നിന്നും ചുരുങ്ങിയത് ഒരു 50 രൂപയുടെ നേട്ടം നമുക്ക് ITCയുടെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. നൗ ITCയുടെ ഒപ്പം തന്നെ മറ്റൊരു FMCG സ്റ്റോക്സ് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഇസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ വളരെ പോസിറ്റീവ് നോട്ടിലായിരുന്നു ടാറ്റ കൺസ്യൂമർ ക്ലോസ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കണ്ടിന്യൂസ് ടു ബി കൺസോളിഡേറ്റിംഗ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമ്മളൊരു അല്പം ലോങ് ടേം അപ്രോച്ച് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ കൂടി സാറിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രൂഡിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം തുടരുമ്പോൾ സാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഓഹരികളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 6% നേട്ടം രേഖപ്പെടുത്തി 488 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഓഹരികളിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 594.8 എന്ന നിലവാരമാണ്. ഈ ക്രൂഡിന്റെ വില ഉയരുമ്പോൾ പോലും ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഈ ഓഹരികളുടെ ഒരു മുന്നേറ്റം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അണ്ടർടോൺ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം ഇതിന്റെ ഒക്കെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഫെബ്രുവരി മാസത്തിൽ ഒരു പീക്ക് ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. അനിൽ സൂചിപ്പിച്ചതുപോലെ മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. എങ്കിൽ പോലും ക്രൂഡ് ഓയിലിന്റെ വില ഇത്രത്തോളം ഉയരുന്ന സമയത്ത് നമ്മൾ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ലോങ് പൊസിഷൻ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ഹൈലി റിസ്കി. നമ്മൾ ഒരു പ്യോർ സ്പെക്കുലേഷൻ, പ്യോർ മൊമെന്റത്തിന് വേണ്ടി ഒരു ട്രേഡിംഗ് അവസരം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ ലെവലിൽ നിന്നും ഒരു 20 മുതൽ 25 രൂപയുടെ നേട്ടം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ എക്സ്പെക്ട് ചെയ്യാം.
സർ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി മെറ്റൽ സൂചികയിൽ കൂടി സാറിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ ട്രേഡിംഗ് സെഷൻസിലൊക്കെ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റി മെറ്റൽ സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോപ്പറിന്റെ വില അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു എന്നതടക്കമുള്ള വാർത്തകളൊക്കെ ഈ മേഖലയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുമാണ്. അതിൽ തന്നെ ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വേദാന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ്. വേദാന്തയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏകദേശം 7% നേട്ടം നൽകി 361.2 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ബുധനാഴ്ചത്തെ വ്യാപാരത്തിൽ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 369.65 എന്ന നിലവാരത്തിൽ. വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? വേദാന്തയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ ഇപ്പോൾ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5-8 സെഷൻസിനിടെ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റവും കാണാൻ സാധിച്ചു. എങ്കിലും വേദാന്തയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ഈ ഒരു കമ്പനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മളൊരു മെറ്റൽ സ്പേസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേറെ എത്രയോ നല്ല മച്ച് മോർ ഹെൽത്തിയർ ഫൈനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നാഷണൽ അലുമിനിയം നമുക്ക് കൺസിഡർ ചെയ്യാം, ഹിന്ദുസ്ഥാൻ കോപ്പർ കൺസിഡർ ചെയ്യാം, NMDC, GMDC മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കും. സർ അതിനോടൊപ്പം തന്നെ സാറിനോട് ആ മേഖലയിൽ നിന്ന് തന്നെയുള്ള ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഏകദേശം 0.5% ഇടിവിൽ 165.1 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ചത്തെ സെഷനിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 169.8 എന്ന നിലവാരത്തിൽ. തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിലും 165 എന്നൊരു നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടേക്ക് താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? Tata Steel undertone continues to be very bullish. 3 മേജർ റെസിസ്റ്റൻസ് ആ ടാറ്റ സ്റ്റീലിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 171 രൂപ, അതിനെ തുടർന്ന് 177 ആൻഡ് അവസാനമായിട്ട് 182 രൂപയിലും. സർ അതിനോടൊപ്പം തന്നെ റിയൽറ്റി സ്പേസിൽ നിന്നൂടി സാറിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. റിയൽറ്റിയിൽ തന്നെയും കേരള ഓഹരിയായിട്ടുള്ള ശോഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ശോഭയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളായിട്ട് വലിയ തോതിലൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശോഭയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ശോഭയുടെ അഗെയിൻ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഈ ലെവലിൽ നിന്നും മൈ എക്സ്പെക്ടേഷൻ ബിറ്റ്വീൻ 100 to 120 rupees, 100 മുതൽ 120 രൂപയുടെ നേട്ടം ശോഭയിൽ എക്സ്പെക്ട് ചെയ്യാം. സർ അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വ്യാപാരത്തിൽ സാറിന്റെ ഫോക്കസ് ഉള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കാം. ഒത്തിരി ആൻഡ് ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ഓപ്പണിംഗ് റിമാർക്സിൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. നമ്മൾ PSU സ്മോൾ ബാങ്ക്സ് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB, യൂക്കോ ബാങ്ക്, ഇതിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിന്റെ ഒരു സെഗ്മെന്റ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫൈനാൻസ് ബാങ്കിലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്ന ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഇതല്ലാതെ തന്നെ വേറെ ഒത്തിരി സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ് സ്പേസിൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട മോർട്ടിസൺസ് ജ്വല്ലറിയിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. വിനതി ഓർഗാനിക്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നവീൻ ഫ്ലൂറൈൻ ആൻഡ് അതുപോലെ തന്നെ GSFCയിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു. GNFCയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ കമ്പനിയായ മദ്രാസ് ഫെർട്ടിലൈസേഴ്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. MTAR ടെക്നോളജീസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്.
യെസ് സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി സിന്ധു അജിത്ത് എന്ന പ്രേക്ഷക അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി വിൽമർ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 350.95 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദാനി ഗ്രൂപ്പിൽ പൊതുവെ ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ് അദാനി വിൽമർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? അഡാനി വിൽമ അല്ല പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് അഡാനി വിൽമ. ബട്ട് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡാനി വിൽമറിന്റെ വേഴ്സ്റ്റ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫേസ് ഓഫ് കൺസോൾട്ടേഷൻ. അഡാനി വിൽമറിന്റെ കേസിൽ നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവല് 360 രൂപയായിരിക്കണം. 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 380 രൂപയിലായിരിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. 360 ഇസ് ദ ബുള്ളിഷ് ട്രിഗർ. യെസ്, സുമേഷ് എന്ന പ്രേക്ഷകൻ ഗോൾഡിയം ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 182.2 എന്ന നിലവാരത്തിലാണ്. ഗോൾഡിയം ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? ഗോൾഡിയമിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ദ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 177 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ, അതിനോടൊപ്പം തന്നെ ജിൻസൺ ജോസഫ് എന്ന പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 1100 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ടെക്നോളജി സ്പേസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റോക്സിൽ ഒന്ന് ടാറ്റ ടെക്നോളജി. പേഴ്സണലി ഡിസ്ക്ലോഷർ എനിക്ക് ലോങ് പൊസിഷൻ ഉണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1120 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. യെസ്, സ്മിത എന്ന പ്രേക്ഷക ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 232.85 വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 228.7 എന്ന നിലവാരത്തിലാണ്. ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ BLന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് എങ്കിലും 230-240 ഈ റേഞ്ചിൽ BLന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ 233 രൂപ വരെ എത്തിയിരുന്നു, വിച്ച് ഇസ് ഇൻ അവർ ടാർഗറ്റ് സോൺ. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്താം, അണ്ടർടോൺ ബുള്ളിഷ് ആയതുകൊണ്ട്. ബട്ട് നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തതാണെങ്കിൽ നമ്മൾ 225 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ NMDC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഓഹരി കഴിഞ്ഞ ദിവസം 5.5% നേട്ടത്തിൽ 240.8 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NMDCയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NMDCയുടെ അണ്ടർടോൺ ബുള്ളിഷായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗിനിടെ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു 255 രൂപ. 255 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 260 കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കിരൺ എന്ന പ്രേക്ഷകൻ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിവിൽ 123.1 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ട താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ ടാറ്റ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഫെഡ്ഫിന അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക്. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് ആൻഡ് കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്കാണ് ഫെഡ്ഫിന. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടമിങ് ഔട്ട് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കറന്റ് ലെവൽസിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ആൻ എക്സലന്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കാത്തത് കൊണ്ട്
വരും സെഷൻസിൽ ഒരുപക്ഷെ ഒരു 5-10% വോളറ്റിലിറ്റിക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ഈ ഒരു കറക്ഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് നമുക്കൊരു 15-20% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലൊലോയിഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ ആണ്. നെബു എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3% നേട്ടത്തിൽ 56.85 എന്ന നിലയിലായിരുന്നു. ലൊലോയിഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇതൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല, റിസ്ക് ഇസ് വെരി വെരി ഹൈ. ബട്ട് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 60 രൂപ. 60 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ വീണ്ടും ഒരു 5-6 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ JM ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് വന്നിട്ടുള്ളത്. JM ഫൈനാൻസ് ചോദിച്ചിരിക്കുന്ന അഭിലാഷ് എന്ന പ്രേക്ഷകനാണ്. 1% നേട്ടത്തിൽ 82.55 എന്ന നിലയിലാണ് JM ഫൈനാൻഷ്യൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? നമ്മൾ NBFC സ്പേസ് നോക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ഒത്തിരി ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. JM ഫൈനാൻഷ്യൽസിന്റെ കേസിൽ, IIFLന്റെ കേസിലൊക്കെ റെഗുലേറ്റേഴ്സ് ഈ കമ്പനികൾക്കൊക്കെ എതിരെ ഒത്തിരി സ്ട്രിക്ചേഴ്സ് കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലൊക്കെ റിസ്ക് ഇസ് വെരി വെരി ഹൈ, അണ്ടർടോൺ ഇസ് ബെയറിഷ്. ഇത്തരം സ്റ്റോക്സ് തൽക്കാലം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ NBFC സ്പേസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ബജാജ് ഫിനാൻഷ്യൽ സർവീസസ്, ജിയോ ഫൈനാൻസ്, L&T ഫൈനാൻസ്, ഈ 4 സ്റ്റോക്സിലായിരിക്കും എൻ്റെ ഏറ്റവും ടോപ്പ് പിക്സ് എന്ന് പറയാം. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വറി കൂടി വന്നിട്ടുണ്ട്. ജിയോ ഫൈനാൻസും കഴിഞ്ഞ ദിവസം മികച്ച രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫൈനാൻഷ്യൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ബൈയിങ് അവസരം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനാൻസിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു ഷോർട്ട് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് 380 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 20 റുപ്പീസിന് നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ബജാജ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വറി കൂടി വന്നിട്ടുണ്ട്. ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ കൂടി ഷെയർ ചെയ്യാമോ? ബജാജ് ഫിനാൻസിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 7256 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 150 മുതൽ 200 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഷൈജു മാത്യു എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2% നേട്ടത്തിൽ 159.45 എന്നൊരു നിലയിലാണ്. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് സർ ഇനി മുന്നോട്ടേക്ക് കാണുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഫെഡറൽ ബാങ്കിന്റെ ഓൾ ടൈം ഹൈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് 166 രൂപ 35 പൈസ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ വരുന്ന 2 ആഴ്ചക്കിടെ നമ്മൾ ആ ഒരു ലെവലിലോട്ട് തിരിച്ച് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഫെഡറൽ ബാങ്കിന്റെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലും എക്സലന്റ് ഫൈനാൻഷ്യൽസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ 3 ക്വാർട്ടേഴ്സിലും നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെച്ചിട്ട് പോലും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം ഈ കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലും കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു കാര്യം മാത്രം പ്രേക്ഷകർ ശ്രദ്ധയിൽ വെക്കുക. സോ റിസൾട്ട് വരുന്ന ദിവസം വി ആർ ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ വിത്ത് ദ സ്റ്റോക്ക്. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബിയർഡ്സെൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ്. കൃഷ്ണ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 40.5 എന്ന നിലയിലായിരുന്നു. ബിയർഡ്സെൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ബിയർഡ്സെൽ വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക.
യെസ് സർ. അതിനോടൊപ്പം തന്നെ രാജേഷ് എന്ന പ്രേക്ഷകൻ നൈക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓഹരി നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 178.75 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈക്കയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഹാവ് എ പേഴ്സണൽ പൊസിഷൻ ഇൻ നൈക്ക. ഞാൻ നൈക്കയുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ദിസ് ഇസ് എ ടേൺ അറൗണ്ട് സ്റ്റോറി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ വളരെ മോശമായിട്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയ കമ്പനി കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 198 രൂപയിൽ. 198 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു കുതിപ്പിന് വേണ്ടി പ്രിപ്പയർഡ് ആകാം. യെസ് സർ. അതിനോടൊപ്പം തന്നെ പല പ്രേക്ഷകരും മാസഗോൺ ഡോക്ക്, അതിനോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നീ ഓഹരികളുമായി ബന്ധപ്പെട്ട ക്വറി കൂടി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഷിപ്പ്യാർഡ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3% ഇടിവിൽ 1094.55 എന്ന നിലവാരത്തിലും, മാസഗോൺ ഡോക്ക് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2205 എന്ന നിലയിൽ ഏകദേശം 1% അടുത്ത ഇടിവിലുമാണ്. ഈ 2 ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ കൂടി പങ്കുവയ്ക്കാം. So Mazagon Dock, Cochin Shipyard, Garden Reach Shipbuilders, 3 സ്റ്റോക്കിലും നമുക്ക് ജനുവരി മുതൽ ഒരു മാർച്ച് അവസാനം വരെ നല്ല കറക്ഷൻ കാണാൻ സാധിച്ചു. ആൻഡ് സിൻസ് ദെൻ 3 സ്റ്റോക്സിലും നമുക്ക് നല്ല പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും പുതിയ ഒരു ബുള്ളിഷ്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. 3 സ്റ്റോക്സിലും നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസിൽ ആ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കുന്നത് 2250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഈ ആഴ്ച തന്നെയായിരുന്നു പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ മേജർ സപ്പോർട്ട് കാണുന്നത് 1035 രൂപ ആൻഡ് ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 1145 രൂപ. ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ മേജർ സപ്പോർട്ട് കാണുന്നത് 860 രൂപ ആൻഡ് ബുള്ളിഷ് ട്രിഗർ ഇപ്പം നിലനിൽക്കുന്നത് 95 രൂപയിലും. യെസ് സർ. ഏതായാലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി സുധീന്ദ്രൻ എന്ന പ്രേക്ഷകൻ ONGCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ONGC കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു നേരിട്ടത്. ബട്ട് മിഞ്ഞാന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പോഴേക്കും തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 275 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 15 രൂപയുടെ കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.